എൻ്റെ പേര് ധന്യ ബൈജു. തൃശ്ശൂരാണ് നമ്മുടെ സ്ഥലം. ഞാൻ കിടക്കയുടെ ബിസിനസ്സാണ് ചെയ്യണത്. മാനുഫാക്ചറിങ് യൂണിറ്റാണ്. ഒരു 10 വർഷമായിട്ട് ഈ ഫീൽഡിൽ സജീവമായിട്ടുണ്ട്. അഞ്ചര വർഷത്തിന് ശേഷമുള്ള ധന്യ ഭയങ്കര ധൈര്യശാലിയപ്പോൾ എന്തിനും നേരിടും. എന്ത് പ്രശ്നം നമ്മുടെ മുന്നിൽ വന്നാലും നേരിടാനുള്ള ധൈര്യം ഇപ്പം എനിക്കുണ്ട്. അതങ്ങനെ ആക്കി, നമ്മുടെ അനുഭവങ്ങളാണ് നമ്മളങ്ങനെ ആക്കുക. ഇത് നമ്മൾ കസ്റ്റമേഴ്സിന് സാമ്പിൾ കാണിക്കാനായിട്ട് അടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഉള്ളിലെ മെറ്റീരിയൽ ഇവിടെ കാണിക്കും. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്താ ചെയ്യണമെന്നുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ഓർത്തോഫോമും മുകളിൽ ലാറ്റക്സ് ഫോമാണ് വെച്ചിരിക്കുന്നത്. ലാറ്റക്സ് ഫോം അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. നല്ല റേറ്റ് വരും ബെഡിന്. ഇതൊക്കെ നമ്മൾ ലൈഫ് ലോങ് വാറൻറ്റി കൊടുക്കണ ഐറ്റാട്ടാ. ലാറ്റക്സ് 2 സൈഡ് ഉപയോഗിക്കാം. ഒരു സൈഡ് ലാറ്റക്സ്, ബാക്ക് സൈഡ് ഓർത്തോ. കുറേ ടെൻഷൻ വരുമ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരെ വിളിക്കും. അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കുറേ സംസാരിക്കുമ്പോൾ എനിക്കൊരു സുഖം കിട്ടും. പിന്നെ അവർക്ക് ചിലപ്പോൾ ഒഴിവില്ലാത്ത സമയങ്ങളുണ്ടാവും. നമ്മളെപ്പോഴും ബുദ്ധിമുട്ടിക്കരുതല്ലോ വിളിച്ചിട്ട്. അപ്പോൾ ഞാൻ സിനിമയ്ക്ക് പോകും. അതാണ് എൻ്റെ ടെൻഷൻ വരുമ്പോൾ ചെയ്യണ കാര്യം. ആളെ കഥ ഞാൻ വനിതയിൽ വായിച്ചിട്ടുണ്ട് ഒരു വട്ടം. അതിനുശേഷം ആളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏകദേശം എൻ്റെ ഒരു ഫീൽഡിലൂടെ പോയിട്ടുള്ള വ്യക്തി തന്നെയാണ്. എങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്നത്? കമ്പനി 10 വർഷമായി നമ്മൾ തുടങ്ങിയിട്ട്. ഹസ്ബൻഡായിട്ടാണ് തുടങ്ങി വെച്ചത്. അദ്ദേഹം ഇപ്പോൾ ഞങ്ങളെ വിട്ടു പോയിട്ട് ഒരു 5.5 വർഷമായി. 5 വർഷത്തിന് മുന്നേ എനിക്ക് ഒറ്റയ്ക്ക് ഏറ്റെടുക്കേണ്ടി വന്നു ഈ സ്ഥാപനം. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. ഇതിന് മുന്നേ ബിസിനസ് ചെയ്ത് പരിചയങ്ങളൊന്നുമില്ല. സാധാരണ ഒരു വീട്ടമ്മയായിരുന്നു. ഇപ്പോഴും വീട്ടമ്മയൊക്കെ തന്നെ. എന്നാലും ഇത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇവിടം വരെ എത്തിയത്. ഒരു 5.5 വർഷത്തെ മുന്നത്തെ എന്നെക്കാളും ഞാൻ ഒരുപാട് ഉയർന്നു എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. നമ്മളിവിടെ മെറ്റീരിയൽസൊക്കെ എടുക്കുന്നത് സർട്ടിഫിക്കറ്റഡ് മെറ്റീരിയൽസാണ് എടുക്കുന്നത്. ISO ഡ്യൂറോഫ്ലെക്സിൻ്റെയാണ് അധികം ചെയ്യണത്. നല്ല ക്വാളിറ്റി മെറ്റീരിയലുകൾ മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. ഡെൻസിറ്റി ഒക്കെ കറക്റ്റ് തന്നെയായിരിക്കും. പിന്നെ നമ്മൾ ഒരു ബെഡിന് നമ്മൾ വാറൻറ്റി പറയുന്നുണ്ടെങ്കിൽ 3 വർഷം മുതൽ 10 ഇയർ വരെയാണ് നമ്മൾ വാറൻറ്റി പീരീഡ്. അതിൽ നമുക്ക് എന്ത് കംപ്ലൈൻറ്റ് വന്നാലും നമ്മൾ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയാണ് പറയണത്. നമ്മുടെ മെറ്റീരിയലിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. ഞങ്ങളത് റീപ്ലേസ് ചെയ്ത് തരും. നമ്മളിപ്പോൾ ഇവിടെ ബെഡ് ഒട്ടിക്കാനാണ് പോണത്. ഇതാണ് ഓർത്തോഫോം എന്ന് പറഞ്ഞ ഐറ്റം. ഇതൊരു 90 ഡെൻസിറ്റി ഫോമാണ്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഒരു 40 ഡെൻസിറ്റി സൂപ്പർ സോഫ്റ്റ് ഫോം ഒട്ടിക്കും. അങ്ങനെ ടോട്ടൽ 5 ഇഞ്ചാണ് തിക്നെസ് വരുന്നത്. ഈ ബെഡിൻ്റെ സ്റ്റിച്ചിങ് കഴിയുമ്പോൾ കറക്റ്റ് 6 ഇഞ്ച് കനം വരും. അത് നമ്മൾ ബെഡ് ഒട്ടിക്കൽ കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് അടുത്ത ടേബിൾ മിൽക്ക് എടുക്കും. സ്റ്റിച്ചിങ് ടേബിൾ മിൽക്ക് എടുക്കും. അത് ഇപ്പോൾ ബെഡിൻ്റെ സൈഡാണ് നമ്മൾ ക്ലോസ് ചെയ്യണത്. സൈഡിൽ തുണിയിട്ടു. കറക്റ്റ് അളവിന് ഇനി അത് മുറിക്കും. ബെഡിൻ്റെ ബാക്ക് സൈഡാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അതാണ് ഇപ്പോൾ ചെയ്യാൻ പോണത്. ബാക്കിൽ തുണി കവർ ചെയ്തു. ഇനി ഒരു സ്റ്റിച്ച് ചെയ്യാൻ പോകാം.
ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ ബാക്ക് സൈഡ് സ്റ്റിച്ചിങ് കഴിഞ്ഞു കേട്ടോ. ഇനി ഇത് മറച്ചിട്ടിട്ട് ഫ്രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ പോവാം. നമ്മൾ ഫ്രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ പോവാ. ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചിരിക്കുന്ന മെറ്റീരിയൽ ഇത് 4 ഇഞ്ച് ഓർത്തോ ഫോം, 1 ഇഞ്ച് സൂപ്പർ സോഫ്റ്റ്, 1 ഇഞ്ച് മെമ്മറി ഫോം, അങ്ങനെ മൊത്തം 6 ഇഞ്ചാണ് മെറ്റീരിയൽ കനം വരുന്നത്. ഈ തുണിയുമേ 2 ഫോം ഉണ്ട്, കിൽറ്റിംഗ് ഫോം. അത് 2 ബാക്ക് സൈഡിലും ഉണ്ടായിരുന്നു, ഇവിടെയും ഫ്രണ്ട് സൈഡിലും ഉണ്ട്. അങ്ങനെയാണ് നമുക്ക് ടോട്ടൽ 7 ഇഞ്ച് കനം കിട്ടണേ ബെഡിന്. മെറ്റീരിയൽ 6 ഇഞ്ചും ക്ലോത്ത് അടക്കം 7 ഇഞ്ചാണ് വരുന്നത്. അങ്ങനെ 10 മിനിറ്റ് കൊണ്ട് നമ്മളെ ബെഡ് സ്റ്റിച്ച് ചെയ്യൽ കഴിഞ്ഞു കേട്ടാ. ഇനി അടുത്തത് പാക്ക് ചെയ്യാനായിട്ട് ഇപ്പുറത്തെ മേശമേലേക്ക് ഇടും. നമ്മൾ ഷോപ്പുകളിൽ സെയിലില്ല, നമ്മൾ ഡയറക്റ്റ് കസ്റ്റമേഴ്സിനാണ് കൊടുക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അവിടെ നിന്ന് സെയിൽ കസ്റ്റമർക്കാണ്, ഷോപ്പിലേക്ക് നമ്മളില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഷോപ്പിലേക്ക് നമ്മൾ കൊടുത്തിട്ട് നമുക്ക് കിട്ടുന്നില്ല പൈസ ശരിക്ക്. പിന്നെ മാർക്കറ്റിങ്ങിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരെ പിന്നാലെ നടക്കാനുള്ള സമയമില്ല. അതിന് നല്ലത് നല്ല ക്വാളിറ്റി ഐറ്റം കസ്റ്റമർ കയ്യിൽ എത്തിക്കാന്നാണ് എൻ്റെ ലക്ഷ്യം. അത് കാരണം കൊണ്ട് ഡയറക്റ്റ് കസ്റ്റമേഴ്സിനാണ് നമ്മളിവിടെ നിന്ന് സെയിൽ. കസ്റ്റമർക്ക് നേരിട്ട് ഇവിടെ വന്ന് കാണാം അവർ ഉണ്ടാക്കണ ഐറ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് ഉള്ളിലെ മെറ്റീരിയൽസ് ഇന്നതാന്ന് വന്ന് കണ്ട് നിന്നടിക്കുക അവർക്ക്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നമ്മൾ നല്ല മെറ്റീരിയൽ ഇട്ടിട്ട് മാത്രമേ ഇവിടെ നിന്ന് ചെയ്യുന്നുള്ളൂ. നമുക്കിവിടെ ബെഡെന്ന് പറയാൻ എനിക്കറിയില്ല കറക്റ്റായിട്ട്. പായയ്ക്ക് പകരമുള്ള ഒരു ഐറ്റമാണ്, കോസഡി എന്നാണ് പറയുക. 800 രൂപ മുതൽ 60,000 വരെ ബെഡ് നമ്മുടെ കയ്യിലുണ്ട്. പില്ലോ ഐറ്റംസ് നമ്മൾ ആദ്യം ഇവിടെ ചെയ്തിരുന്നു. ഫോമിൻ്റെ വേസ്റ്റൊക്കെ വെച്ചിട്ട് ഞങ്ങൾ പില്ലോ നിറയ്ക്കാറുണ്ട്. ഇപ്പം അതിന് ടൈമും ഇല്ല, സ്ഥല സൗകര്യം കുറവാണ്. അത് കാരണം കൊണ്ട് പില്ലോ പ്രൊഡക്ഷൻ നമ്മളില്ല, വരുത്തിക്കുകയാണ് ചെയ്യണത്. അത് നമ്മൾ ബെഡിൻ്റെ ഒപ്പം കോംപ്ലിമെൻ്റ് ഉണ്ട്, ഫൈബർ പില്ലോയും പഞ്ഞി പില്ലോയും. പഞ്ഞി എന്ന് പറഞ്ഞാൽ ഒറിജിനൽ നാടൻ പഞ്ഞിയാട്ടാ, പൂളപ്പഞ്ഞി. അതും ഫൈബർ പില്ലോയാണ് നമ്മൾ ബെഡിൻ്റെ കൂടെ ഫ്രീ കൊടുക്കുന്നത്. പിന്നെ മെമ്മറി ഫോമിൻ്റെ പില്ലോ ഉണ്ട്, റെക്രോൺ ഉണ്ട്, റിലയൻസിൻ്റെ റെക്രോൺ പില്ലോയും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫ്രീ അല്ല, അത് റെക്രോണും മെമ്മറി പില്ലോയ്ക്ക് നമ്മൾ പൈസയ്ക്കാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ എല്ലാ ജില്ലയിലേക്കും പാഴ്സൽ അയക്കും. അത് നമ്മൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു ഓർഡർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ അഡ്രസ്സ് നമ്മൾ അയച്ചു തരാൻ പറയും. അതിൻ്റെ അടുത്തുള്ള APSയിലേക്കാണ് നമ്മൾ അയക്കുക. ഇവിടെ നിന്ന് നമ്മൾ തൃശ്ശൂർ APSയിൽ നിന്നാണ് അയക്കുക. അത് ആളുടെ അഡ്രസ്സിന് അടുത്തുള്ള APSയിലേക്ക് എത്തും. അവിടെ നിന്ന് ആൾ കളക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് നമ്മൾ ചെയ്യണേ. ആ ചാർജ് തിരുവനന്തപുരം APSയിൽ എത്താനുള്ള ചാർജ് നമ്മൾ കൊടുക്കും. ഇത് ലാറ്റക്സ് ഫോമിൻ്റെ ബെഡാട്ടാ. അടിയിലിരിക്കുന്നത് ഓർത്തോ ഫോം, മുകളിലത്തെ ലാറ്റക്സ്. അത്യാവശ്യം നല്ല കോസ്റ്റ്ലി മെറ്റീരിയലാണ്. മാർക്കറ്റിൽ ഏറ്റവും വില കൂടി നിൽക്കുന്ന ബെഡാണ്. ലൈഫ് ലോങ് ആണ് ഇതിൻ്റെ വാറണ്ടി. ഇത് മെമ്മറി ഫോമിൻ്റെ ബെഡാണ്. മെമ്മറി ഫോം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. പിന്നെ ഒരു കൂളിംഗ് ടൈപ്പ് ഫോമാണ്. നമുക്ക് കിടക്കുമ്പോൾ ചൂടൊന്നും എടുക്കില്ല, ഒരു കൂളിങ് കിട്ടും നമുക്ക് ഈ ബെഡിൽ നിന്ന്. അടിയിലത്തെ ഭാഗം ഓർത്തോ ഫോം തന്നെ സെയിം തന്നെയാണ് ചെയ്യണേ. അടിയിലത്തെ ഭാഗം നല്ല ഹാർഡായിരിക്കും. തിരിച്ചിട്ട ഹാർഡ്നെസ്സും കിടക്കുന്ന ഭാഗത്ത് സോഫ്റ്റ് ആൻഡ് കൂളിംഗ് ആണ് മെമ്മറി ഫോമിൽ നമുക്ക് കിട്ടുക. അത്യാവശ്യം കോസ്റ്റ്ലിയാണ് ബെഡ്. അടുത്തത് നമ്മൾ ഓർത്തോ ബെഡാണ് കാണിക്കുന്നത്. ഓർത്തോ ഫോം അടിയിലും മുകളിൽ 1 ഇഞ്ച് കനത്തിൽ സൂപ്പർ സോഫ്റ്റും. ചെറിയൊരു സോഫ്റ്റ്നെസ് ഉണ്ടാവും കിടക്കുന്ന ഭാഗത്ത്. ബാക്ക് സൈഡ് നല്ല ഹാർഡായിരിക്കും. ഇപ്പോൾ നട്ടലിന് സർജറി കഴിഞ്ഞ ആൾക്കാരൊക്കെ ഒരുപാട് കൊണ്ടുപോകണ ഐറ്റാണിത്. 10 ഇയർ ആണ് ഇതിൻ്റെ വാറണ്ടി പീരീഡ്. അത്യാവശ്യം നല്ല മെറ്റീരിയൽ ആട്ടോ അത്. അടുത്ത് നമ്മൾ കാണിക്കുന്നത് സെമി ഓർത്തോപെഡിക് ബെഡ്. സെമി ഓർത്തോ ബെഡ് എന്ന് പറഞ്ഞാൽ 2 സൈഡും ഹാർഡ് ഫോമാണ്. ഓർത്തോ ഫോം 1 ഇഞ്ചിൽ വെച്ചിട്ട് നടുക്കിൽ 32 ഡെൻസിറ്റി യു ഫോം വെച്ചിട്ട് ചെയ്യണത്. 2 സൈഡും ഹാർഡായിരിക്കും. പിന്നെ നമ്മൾ ഉപയോഗിച്ച് വരുമ്പോൾ നടുക്കിലത്തെ ഫോമിന് ഒരു ആക്ഷൻ വരും. അങ്ങനെ ഒരു സോഫ്റ്റ്നെസ് ഇതിന് കിട്ടും. 5 വർഷമാണ് ഇതിൻ്റെ വാറണ്ടി പീരീഡ്. തീരെ കുറഞ്ഞ മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ചെയ്യണില്ല.
അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഒരു ബെഡിന് ഒരു ബെഡ് ഫ്രീ കൊടുക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട്. ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. ആ ഐറ്റം വെച്ചിട്ട് നമ്മളിവിടെ ബെഡ് ഉണ്ടാക്കണില്ല, ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം. തെർമോക്കോളിന് പകരം യൂസ് ചെയ്യണ ഒരു ഐറ്റമാണ് ഇത്, EP ഷീറ്റ്. ഇത് വെച്ചിട്ട് നമ്മൾ ബെഡ് ചെയ്യണില്ല, ഇതിന് വാറണ്ടിയും കൊടുക്കില്ല ചെയ്താൽ തന്നെ. നമ്മൾ ചെയ്യണില്ല, ഇത് നമ്മൾ ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞങ്ങൾ മുന്നേ കടകളിലേക്ക് ചെയ്തിരുന്നപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇത് കസ്റ്റമേഴ്സിന് നേരിട്ട് നമ്മൾ ചെയ്തു തുടങ്ങിയപ്പോൾ ഈ ഐറ്റം നമ്മൾ ചെയ്യണില്ല. ഇതാണ് ഒരു ബെഡിന് ഒരു ബെഡ് ഫ്രീ കിട്ടണേലൊക്കെ ഈ ഐറ്റം ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ കോസഡി എന്ന് പറഞ്ഞ ഐറ്റം ചെയ്യുന്നുണ്ട്. നിലത്ത് പായയ്ക്ക് പകരമൊക്കെയുള്ളൊരു യൂസാണത്. സിംഗിള്, ഡബിള്, ഫാമിലി കോട്ട്. ഇനിയിപ്പോൾ കസ്റ്റമർ അതിലും വലിയ അളവിൽ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അളവിൽ നമ്മൾ ചെയ്ത് കൊടുക്കും. അത്യാവശ്യം നല്ല ഐറ്റാണ്, ഒരുപാട് യൂസുള്ള ഐറ്റാണ്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലേഴ്സ് വന്നു, പിന്നെ പ്രാർത്ഥന, അങ്ങനത്തെ, പിന്നെ വീട്ടിൽ വിരുന്നാർ വന്നു, നമ്മൾ പായ ഇട്ട് കൊടുക്കുന്നതിന് പകരം ഇതിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഒരു കിടക്കയിൽ കിടക്കുന്ന ഒരു ഫീല് കിട്ടുകയും ചെയ്യും. നല്ലൊരു ഐറ്റാണ്, ഞങ്ങൾക്ക് ഒരുപാട് മൂവിങ്ങുള്ള ഐറ്റം അത്. ഇത് നമ്മൾ 2 ഇഞ്ച് കനത്തിൽ ഹോസ്റ്റൽ ബെഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഫോമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 3 വർഷം 4 വർഷം 5 വർഷമൊക്കെ പഠിക്കാൻ പോണ കുട്ടികൾ കൊണ്ടുപോകണ ഐറ്റാണ്. അവിടെ ഹോസ്റ്റലിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അതൊരു 6 മാസം കഴിയുമ്പോഴേക്കും 2 ഇഞ്ച് എടുത്തു കഴിഞ്ഞാൽ 1 ഇഞ്ച് ആവും. ഇത് കുഴിയില്ലെന്ന് നമ്മൾ അത്രയും ഉറപ്പാണ്. 4 വർഷം 5 വർഷം കഴിഞ്ഞാലും ഇത് ഇതുപോലെ തന്നെ നിൽക്കും. കെടുക്കാനും നല്ല സോഫ്റ്റ് ആയിരിക്കും. ക്വാളിറ്റി കൂടുതലുള്ള ഫോമാണ് നമ്മളിതിൽ യൂസ് ചെയ്യണത്. 2 ഇഞ്ചാണ് തിക്നെസ് വരുന്നത്. നമ്മുടെ കമ്പനിയുടെ പേര് D-Star എന്നാണ്. ലൊക്കേഷൻ തൃശ്ശൂർ ജില്ല. തൃശ്ശൂർ ജില്ലയിൽ അഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അഞ്ചേരി ഗവൺമെൻറ് സ്കൂളിൻ്റെ അടുത്ത്. നമ്മൾ 3-4 തരം വെറൈറ്റീസാണ് ചെയ്യണത്. ഏറ്റവും അധികം ചെയ്യണത് ഓർത്തോഫോമയാണ്. ഓർത്തോഫോമിൻ്റെ മുകളിൽ ഓരോ വെറൈറ്റി ഫോമുകൾ ചെയ്യണു. ഓർത്തോ ബെഡാണ് ഞങ്ങൾ അധികം ചെയ്യണത്. പിന്നെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ലൊക്കേഷനും പിന്നെ ഞങ്ങളെ വിളിക്കാനുള്ള ഡീറ്റെയിൽസും അല്ലാതെ നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവും.